ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു ഈവനിങ് റൊട്ടീനാണ് കാണിക്കുന്നത്. അതായത് ഓഫീസ് കഴിഞ്ഞുള്ളൊരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് സ്റ്റുഡിയോയിലോട്ടാണ്. കാരണം ഞാൻ നാളെ വീട്ടിൽ പോവാണ്. ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ നാളെ വീട്ടിൽ പോകണം. എൻ്റെ വീട് ചെങ്ങന്നൂരാണ്, ആലപ്പുഴ. ഞാൻ നാളെ വീട്ടിൽ പോകണം. കുറേ നാൾക്ക് ശേഷമാണ് വീട്ടിൽ പോണത്. സോ അപ്പം വീട്ടുകാർക്ക് എന്തെങ്കിലും എടുക്കണമല്ലോ. സോ അതിന് വേണ്ടി ഞാൻ സ്റ്റുഡിയോയിൽ പോവാണ്. മെയിൻലി പപ്പയ്ക്ക് എടുക്കാനാണ് പോകുന്നത്. പപ്പയ്ക്കൊരു ടീഷർട്ട് എടുക്കണം. കൂടുതൽ പരതാനൊന്നും നിന്നില്ല, കാരണം പപ്പയ്ക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ഞാൻ എടുത്തിട്ട് കുറച്ച് പട്ടിഷൊക്കെ കാണിച്ചു. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവളെപ്പറ്റി ഞാൻ വഴിയേ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. സോ ഞങ്ങൾ കുറേ നേരം അവിടെ പരതി. കാരണം അറിയാലോ, ആസ് യൂഷ്വൽ സ്റ്റുഡിയോയിൽ വന്നാൽ കുറേ നേരം പരതുമല്ലോ. നമുക്ക് വാങ്ങിക്കാനൊന്നും ഇല്ലെങ്കിലും നമ്മൾ പരതും, കാരണം കണ്ട് ആശ്വാസമണയാണല്ലോ. സോ അതിനുവേണ്ടി കുറേ നോക്കിയതാണ്. ഇതാണ് എൻ്റെ ഫേവററ്റ് സെക്ഷൻ, കാരണം ഞാനൊരു ചെരുപ്പ് ഭ്രാന്തിയാണ്. എൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. കുറേയെന്ന് വെച്ചാൽ ഒത്തിരി അല്ല, എന്നാലും ഉണ്ട്, അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഈ ചപ്പൽ ഭയങ്കര ഇഷ്ടമായി. നല്ല രസമില്ലേ അത് കാണാൻ? പക്ഷെ വാങ്ങിയില്ല. ഞാനൊരു പെർഫ്യൂമും വാങ്ങി അമ്മയ്ക്ക് വേണ്ടി. സോ അത് രണ്ടോട് ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ബില്ല് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. വിശന്നായിരുന്നു, അവൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അവൾക്ക് വിശക്കുമ്പോൾ എനിക്കും വിശക്കുമല്ലോ, സ്വാഭാവികം. അപ്പം എന്നിട്ട് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഞാനൊരു കട്ട്ലേറ്റും അവളൊരു സമൂസയും പറഞ്ഞു. അവളെന്നോട് ലൈം വേണമെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നീട് വാങ്ങി ഗൈസ്, പിന്നീടത് വാങ്ങി, ലൈം വാങ്ങി കുടിച്ചു. കട്ട്ലേറ്റ് കൊള്ളായിരുന്നു, കുഴപ്പമില്ല. നമ്മൾ സ്ഥിരം പോകുന്ന കടയാണ് കേട്ടോ, മിക്കപ്പോഴും പോകുന്നതാണ്. കുഴപ്പമില്ലായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞ് അവൾ എന്തോ പറയുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. എന്തോ വളിപ്പത്തരാണ്, എന്തോ പറഞ്ഞിട്ട് തന്നെ എക്സ്പ്രഷൻ ഇടുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. റൂമിൽ വന്നിട്ട് ഞാൻ ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇതാണ് സാലഡ്, ഒരു തട്ടിക്കൂട്ടി സാലഡ്. നമ്മുടെ കുക്കുംബറും ക്യാരറ്റും കോണും ഇതെല്ലാം കൂടി ഇട്ട്, കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അതും ഇട്ട്, നമ്മുടെ കേടൊക്കെ ഇട്ടിട്ട് ഒരു സാലഡ്. കൊള്ളായിരുന്നു, എനിക്കിഷ്ടമാണ്.